എവിടെ മാനിപ്പുലേഷൻ ഉണ്ടോ അവിടെ ഒരു പ്രശ്നം കൂടെ എൻ്റെ ബാക്കിലുണ്ട്. ഇത് ചെയ്യുന്ന ആൾക്ക് നല്ല പണി കിട്ടും. അതാണ് വശീകരണം എന്ന് പറയുന്നത്. പോസിറ്റീവ് കാര്യത്തിന് ചെയ്യുമ്പോൾ അതൊരിക്കലും മോശമല്ല. പക്ഷെ നെഗറ്റീവായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മുടിയും അതും ഇതുമൊക്കെ ജലസി, അതായത് ചിലപ്പോൾ നമ്മളുടെ ഉപാസനാമൂർത്തിയുടെ മന്ത്രത്തിന്റെ കൂടെ ഒരു ക്ലെയിം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അല്ലേ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള വശ്യമന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ തന്ത്രയിൽ നമ്മൾ പേർപ്പസ്ഫുള്ളി തന്നെ വശ്യമന്ത്രം ഉപയോഗിക്കാൻ പറ്റും. ഈ വശ്യം ചെയ്യുക അല്ലെങ്കിൽ വശീകരിക്കുക, അതിപ്പം ഒരു മനുഷ്യനെ തന്നെ ആവണമെന്നില്ല. ഒരു പണത്തെ വശീകരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ വശീകരിക്കാം. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള വശീകരണങ്ങളുണ്ട്. ഇത് തന്ത്രയുമായി ബന്ധപ്പെട്ടതാണോ? അതെങ്ങനെയാണ് അതിന്റെ ഒരു ടെക്നിക്ക്? പല രീതിയിലുള്ള വശ്യമുണ്ട്. അപ്പോൾ വശ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വശീകരണം എന്ന് കേട്ടാൽ ആൾക്കാർ എന്തൊരു നെഗറ്റീവ് കാര്യമാണ് അല്ലെ, വശീകരിച്ചെടുക്കുക. നമ്മൾ പറയത്തില്ല, നമ്മൾ ആരെങ്കിലും ആയിട്ട് എന്താ പറയാ ഒളിച്ചോടുവാണെങ്കിൽ പറയാം അവനെ വശീകരിച്ചുകൊണ്ടു, അങ്ങനെയൊക്കെയല്ലേ പറയാം. അതൊരു നെഗറ്റീവ്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് ബ്ലാക്ക് തന്ത്രയിലാണ്. ബ്ലാക്ക് മാജിക് എന്ന് പറയത്തില്ല. ബ്ലാക്ക് തന്ത്രയിൽ നമ്മൾ ഒരു വ്യക്തിയെ അവരുടെ വില്ലില്ലാതെ പല കാര്യങ്ങൾ കൊണ്ടും, ഇപ്പൊ നമുക്ക് ചില എനർജികളുണ്ട് നെഗറ്റീവായിട്ടുള്ള, പേര് ഞാൻ പറയുന്നില്ല, ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എനർജികളുണ്ട്. ഈ എനർജികളെ സ്വാധീനിക്കുന്നത് വഴിയും, അതേപോലെ തന്നെ പല പല വിഷം എന്ന് പറയുമ്പോൾ മരിച്ചു പോകുന്ന വിഷമല്ല, വിഷം എന്നാണ് പറയാ, പല പല അതേപോലെ ഉപയോഗിച്ച് നമ്മുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യും. മന്ത്രം ഉപയോഗിച്ചാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരാൾക്ക് മറ്റേ ആളോട് ഇഷ്ടമുള്ള പോലെ തോന്നും. കുറച്ച് നാളത്തേക്ക് ഇത് വെക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് കല്യാണം എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അപ്പൊ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ കെട്ട് വിടുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്താണ്, ഞാൻ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പ്രയാസമാണ്. ഇത് നമ്മള് ഈ ഒരു മാനിപ്പുലേഷൻ ഇരയാകുന്നു എന്നുള്ളത് അറിയാൻ വേറൊരു പ്രോസസ് ഉണ്ട്. അത് മന്ത്രം ഉപയോഗിച്ചല്ല, അത് എനർജി ഉപയോഗിച്ചാണ്. അത് നമുക്ക് എനർജി ഉപയോഗിച്ച് പല ആൾക്കാരുടെ എന്താ പറയാ ചിത്രം വെച്ചിട്ടും അവരുടെ ഈ മുടി അങ്ങനെയൊക്കെയുള്ള നഖം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അവരെ ആ ഒരു സോളിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അത് ബ്ലാക്ക് മാജിക്കിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ വൈറ്റ് തന്ത്രയിൽ ഉപയോഗിക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അടിയിട്ട് നിൽക്കുകയാണ്. ആ അടിയുടെ റീസൺ അബ്യൂസ് അല്ല, ഫിസിക്കൽ അബ്യൂസോ അങ്ങനെയൊന്നും അല്ല, പക്ഷെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഈഗോ ക്ലാഷ്, ഉള്ളിൽ പരസ്പരം സ്നേഹമുണ്ട്. ഇങ്ങനെ ഉള്ളവരെ ഇതൊരു പോസിറ്റീവ് കാര്യമാണ്. ഇവർ യോജിക്കുക എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യമല്ലേ. ഇങ്ങനെയുള്ള കാര്യത്തിനെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. ഇത് വശ്യമാണ്. വശീകരണമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്, വശ്യശക്തിയുള്ള. ഇപ്പൊ നമ്മൾ ക്ലീം എന്ന് ഉപയോഗിക്കത്തില്ല, ഓം ക്ലീം. ക്ലീം എന്ന് പറഞ്ഞൊരു വശ്യശക്തിയുള്ള മന്ത്രമാണ്. മിക്ക ബീജമന്ത്രങ്ങളും ഇതുള്ളതാണ്. അപ്പോൾ ക്ലീം എന്ന് പറയുമ്പോൾ പലതിലും ഉപയോഗിക്കുന്നുണ്ട്. ക്ലീം കൃഷ്ണന് മാത്രമല്ല, ക്ലീം പല പല ദേവതമാരിലും ദേവന്മാരിലും ഒക്കെ മന്ത്രത്തിൽ ക്ലീം ഉണ്ട്. അട്രാക്ഷൻ ആണ്. ക്ലീം ജപിക്കുന്നവർക്ക് ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ടാവും ദീക്ഷയോടുകൂടി. അപ്പൊ അങ്ങനെ പല മന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഞാനിപ്പോൾ പറയുന്നത് ആ ഒരു ക്ലീമിന്റെ കാര്യമല്ല പറഞ്ഞു, പക്ഷെ പല മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ളവരെ യോജിപ്പിക്കാൻ പറ്റും. അതേപോലെ ഇപ്പൊ എലിസബത്ത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണെന്ന് വിചാരിച്ചു, ആരും വരുന്നില്ല, ഒരു സാധനവും വാങ്ങിക്കുന്നില്ല. അപ്പോൾ ആ കമ്പനിയിലേക്ക് വശ്യം ചെയ്യാൻ പറ്റും, ആൾക്കാർ വരാനായിട്ട് വശ്യം ചെയ്യാൻ പറ്റും, സമ്പത്തിനെ വശീകരിക്കാൻ പറ്റും. പക്ഷെ ഒരു സ്ത്രീനെ വശീകരിച്ചുകൂടാ. അങ്ങനെ വശീകരിക്കുകയാണെങ്കിൽ അത് തിരിച്ചടിയായിട്ട് ആരാണോ അത് ചെയ്യുന്നത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടും. സ്ത്രീയെ ആണെങ്കിലും പുരുഷനെ ആണെങ്കിലും അങ്ങനെയുള്ള ഒരു മാനിപ്പുലേഷൻ പാടില്ല. അത് സ്പിരിച്വൽ അല്ല. എവിടെ മാനിപ്പുലേഷൻ ഉണ്ടോ അവിടെ ഒരു പ്രശ്നം കൂടെ എൻ്റെ ബാക്കിലുണ്ട്. ഇത് ചെയ്യുന്ന ആൾക്ക് നല്ല പണി കിട്ടും. അതാണ് വശീകരണം എന്ന് പറയുന്നത്. പോസിറ്റീവ് കാര്യത്തിന് ചെയ്യുമ്പോൾ അതൊരിക്കലും മോശമല്ല. പക്ഷെ നെഗറ്റീവായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മുടിയും അതും ഇതുമൊക്കെ ജലസി വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെ ചൊൽപ്പടിക്ക് നിർത്തുക, അങ്ങനെയൊക്കെയുള്ള പല പല കേസുകൾ നമ്മൾ കേൾക്കാറില്ലേ. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ
അതിന്റെയൊക്കെ ഒരു കാലമാണ് വശീകരണം, അങ്ങനെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നടക്കുന്നില്ലേ, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞു, സമാധി, പല പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പൊ അത് മെയിൻ സ്ട്രീം മീഡിയയിൽ വളരെ പബ്ലിക് ആയിട്ട് തന്നെ ഉണ്ട്. അതെ, അതാണ് ഞാനത് ചോദിക്കാൻ കാര്യം തന്നെ. അതായത് പബ്ലിക് ആയിട്ട് തന്നെ ഉണ്ടായതുകൊണ്ട് ഈവൻ കൊച്ചു പിള്ളേർ പോലും ഇതിനകത്തൊക്കെ അഡിക്റ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. കൊച്ചു കുട്ടികൾ പോലും ഇതൊക്കെ വിശ്വസിക്കും. ഇതൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, അത് ചെയ്തു കഴിഞ്ഞാൽ ആ ബലി ഈ ബലി നരബലി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡിൽ വരുന്നതാണ് ബ്ലാക്ക് മാജിക് ഇതായിട്ട് വരുന്നത്. അത് ഈവൻ നമ്മള് ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് മാജിക് ചെയ്യണമെങ്കിൽ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് പല പബ്ലിക്കായിട്ട് തന്നെ. അതിനെതിരെ നമ്മൾ ഒരു നിയമം വരണമെന്നുള്ളതാണ് ഏറ്റവും, ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ. അത് വരാത്തിടത്തോളം കാലം ആൾക്കാരെ ചൂഷണം ചെയ്യും. നമ്മളിപ്പോ ഇത് ഒരാള് ബ്ലാക്ക് മാജിക് ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ അയാളെ കൂടെ അവര്, ഈ ചെയ്യുന്ന ആള് അയാളെ കൂടെ ചിലപ്പോ ഇതിനകത്ത് ആക്കിന്ന് വരാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിനകത്തൊക്കെ പോകുന്നത്. അപ്പോ ഇവര് പെട്ടെന്ന് തന്നെ ഇതിനകത്തൊക്കെ വീണു പോകും. പെട്ടെന്ന് പറയുമ്പോ ഒരാളെ നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറയും. പേടിച്ചില്ലേ വരുമ്പോ? അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അവരെങ്ങനെങ്കിലും എന്തെങ്കിലും പൂജയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അത് പോകാൻ വേണ്ടി അവരുടെ പൈസ മൊത്തം കൊടുക്കും. ഇതാണ് നടക്കുന്നത്. വശ്യം എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പോസിറ്റീവായിട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഈ നെഗറ്റീവ് ആസ്പെക്ട്സിലോട്ട് നമ്മൾ പോകാതിരിക്കുക. പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ജേർണി താഴോട്ട് പോകും. എനിക്കിപ്പോ സ്പിരിച്വൽ ജേർണി ഇല്ലല്ലോ, പിന്നെ എനിക്ക് ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കാർമിക്, ഭയങ്കരമായിട്ടുള്ള കാർമിക് ദോഷമാണ്. ഒരു വ്യക്തിയെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. ജനറേഷൻസ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ വ്യക്തികളുടെ കാര്യത്തിലാണല്ലോ നമ്മളിപ്പോ ഇത് പറഞ്ഞത്. അതല്ലാതെ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സമ്പത്തിന് നമുക്കൊരു കാറ് വേണം, അങ്ങനെയൊക്കെയുള്ള വശീകരണങ്ങൾ നടക്കില്ലേ? കാറിനുള്ളതല്ല, നമുക്ക് സമ്പത്ത് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പല പല മന്ത്രങ്ങളും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വശ്യ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരിൽ ഒരു ആകർഷണീയത ഉണ്ടാവും. അവരുടെ കണ്ണുകൾക്കും അവരുടെ വാക്കുകൾക്കും ഒക്കെ ഒരു ആകർഷണീയത. വശ്യമന്ത്രം ഉപയോഗിക്കും, അത് അൺകോൺഷ്യസ്ലി ഉപയോഗിക്കും ചിലവരും. അതായത് ചിലപ്പോൾ നമ്മളുടെ ഉപാസനാമൂർത്തിയുടെ മന്ത്രത്തിന്റെ കൂടെ ഒരു ക്ലെയിം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അല്ലെ അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള വശ്യമന്ത്രങ്ങളുണ്ട്. ഇപ്പോ തന്ത്രയില് നമ്മൾ പേർപ്പസ്ഫുള്ളി തന്നെ വശ്യമന്ത്രം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഓവറോൾ മാഗ്നറ്റിസം കൂടും. അപ്പൊ നമ്മളെ കേൾക്കാനും നമ്മളെ എന്താ പറയാ, നമ്മൾ പറയുന്ന കാര്യങ്ങള് കൂടുതലും ആൾക്കാരിലേക്ക് എത്തുകയൊക്കെ ചെയ്യും. അത് പോസിറ്റീവ് വശ്യമാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിൽക്കില്ല എന്നല്ല, അതൊരു നെഗറ്റീവ് കാര്യമല്ല. എന്നാലും ഒരു ഹെൽപ്പിന് വേണ്ടി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവനവനെ അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടി അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ ഒരു വ്യക്തി ഇപ്പൊ കൂടുതലും വ്യക്തികളെ, അതായത് ഇപ്പൊ ഒരു 2 പേര് പ്രണയിച്ചു, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെ നിൽക്കുക, അതിൽ ഒരാൾക്ക് വേറൊരു അഫയർ വരുമ്പോഴൊക്കെ ആണ് കൂടുതലും ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മളിപ്പോ വേറൊരു അഫയർ വരുമ്പോൾ നമ്മൾ വശ്യം ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ തീരെ സ്നേഹം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളങ്ങ് പോകുന്നതല്ല നല്ലത്. വെറുതെ വശ്യം വെച്ചിട്ട് തിരിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുമെന്ന് എന്താ ഉറപ്പ്? അല്ലെ? അൾട്ടിമേറ്റ്ലി ഒരാളുടെ മനസ്സിനെ ശാശ്വതമായിട്ട് മാറ്റാൻ ഒന്നും കൊണ്ടും പറ്റില്ല. അല്ല, ആ ഒരു സമയത്തെ മാനസികാവസ്ഥ കൊണ്ട് ചെയ്യുന്നതാണ് പലരും. അങ്ങനെ അബദ്ധങ്ങളിലേക്ക് ചാടുന്നവരുണ്ട്. ചാടി തിരിച്ച് അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റാൻ പറ്റും. പർപ്പസ്ഫുള്ളി ഇത് ശീലമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, അങ്ങനെയുള്ളവരെ വശ്യം ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും കേൾക്കത്തില്ല അവരെ. അതെ, ശരിയാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷ
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.